ഈ പുഴയും കടന്നൊരു അടിപൊളി സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഗംഗയുടെ വിവാഹ നിശ്ചയം നടക്കുകയാണ്. അപ്പം ഗംഗയുടെ അമ്മയും ചെറുക്കൻ്റെ അമ്മയും താലം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി തിരുമേനി പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വന്ന് നിൽക്കുകയാണ്. താലം ചെറുക്കൻ്റെ അമ്മ എടുത്ത് ശാരദയുടെ കയ്യിലോട്ട് കൊടുക്കണം. അങ്ങനെ അപ്പോഴാണ് ഒരു കുട്ടി ഓടി ഇങ്ങോട്ട് വന്ന് താലവും തട്ടിക്കളഞ്ഞിട്ട് ചെറുക്കൻ്റെ മടിയിലേക്ക് അച്ചായ എന്നും പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് കിടക്കുകയാണ്. എന്താ സംഭവിച്ചതെന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പം ആ കുട്ടിയാണെങ്കിൽ ചെറുക്കനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു, അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട്, ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ചെറുക്കൻ്റെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പം ജയപാലൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട്, ഇതാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയപാലനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ്. അപ്പം ഉടനെ ശാരദയാണെങ്കിൽ ചെറുക്കനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ, നിങ്ങളെ അച്ഛാന്ന് വിളിച്ചത് ചുമ്മാതായിരിക്കത്തില്ലല്ലോ, ആരാന്ന് ചോദിക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ സത്യങ്ങൾ പറയേണ്ടി വരികയാണ്. ഇത് എൻ്റെ മോഹനാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ജയപാലനാണെങ്കിൽ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് ശാരദ ഓടി വന്നിട്ട് ജയപാലൻ ചോദിക്കുകയാണ്, ഈ ബന്ധമാണോ ജയപാലൻ എൻ്റെ മോക്ക് കണ്ടുപിടിച്ചത്, രണ്ടാം കെട്ടുകാരന് ഒരു കുട്ടിയുള്ള ഒരു അച്ഛനെയാണോ എൻ്റെ മോക്ക് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം ജയപാലൻ പറയാണ്, എനിക്കറിയത്തില്ലായിരുന്നു കുട്ടിയുള്ള കാര്യം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കത്തില്ലെന്ന്. ഗംഗയാണെങ്കിൽ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഗംഗ അവിടെ നിന്ന് എണീക്കുകയാണ്. അവിടെ നിന്ന് എണീച്ച് അവിടെ ഇരുന്ന് മാറി ഇരുന്ന് കരയാണ്. അപ്പം കാവേരി വന്ന് ആശ്വസിപ്പിക്കുക ചെയ്യുന്നുണ്ട്. ഈ സമയത്തും നമ്മുടെ ശാരദ പറയാണ്, ഈ വിവാഹം നടക്കത്തില്ല, ഉറപ്പായിട്ടും ഈ വിവാഹം ഇനി നടക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ജയപാലൻ്റെ ഭാര്യ വന്ന് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ചേച്ചി, ഇനിയും ഗംഗയുടെ വിവാഹം നടന്നില്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയും? ഇതിപ്പോൾ രണ്ടാമത്തെ വെട്ടല്ലേ മുടങ്ങുന്നത്, ഇനി ഈ കല്യാണം കൂടെ ഗംഗയുടെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ശാരദ അങ്ങ് വല്ലാതാവുന്നുണ്ട്. എന്നാലും ശാരദ പറയാണ്, ഈ വിവാഹം നടക്കത്തില്ല. അപ്പോഴാണ് ജയപാലൻ ചോദിക്കുകയാണ്, പിന്നെ അല്ലാതെ ആര് കെട്ടും ഇനി ഗംഗയെ, ഇവിടെ ഇനി ആരെങ്കിലും കെട്ടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ശാരദ പറയാണ്, എൻ്റെ മരുമകൻ കെട്ടുമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടുന്നുണ്ട്, വിനീത് ഉൾപ്പെടെ ഞെട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും വിനീതിനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വിനീത് ഒന്നും ഇടാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ മരുമകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും എന്നും പറഞ്ഞിട്ട് ശാരദ നേരെ വിനീതിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ വിനീതാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. കൂടെ നവീനുമുണ്ട്. അപ്പം ശാരദയാണെങ്കിൽ വിനീതിൻ്റെ ചോദിക്കുകയാണ്, മോനെ എൻ്റെ മോളെ നീ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിനീത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്, കുനിഞ്ഞിരിക്കുകയാണ്. നിൻ്റെ കാല് പിടിക്കാം, എൻ്റെ മോളുടെ വിവാഹം ഈ വട്ടവും കൂടെ നടന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ മോളുടെ വിവാഹം ഒരിക്കലും നടക്കത്തില്ല, നീ കനിയണം, നീ എൻ്റെ മോളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കൈകൂപ്പിയാണ്. അപ്പോൾ ഇത് വിനീത് പറയും, എന്തിനമ്മായി എൻ്റെ മുന്നിൽ ഇങ്ങനെ തൊഴു കൈയോടെ നിൽക്കുന്നത്, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നേരെയാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ വിനീതിൻ്റെ അമ്മ സുജാത അടുത്തെന്ന് പറയാണ്, നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം, അവർ തമ്മിലുള്ള വിവാഹം ഉടനെ നടത്തണം എന്ന് പറയാണ്. അപ്പോൾ സുജാതയ്ക്ക് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. സുജാതയാണെങ്കിൽ മുത്തശ്ശി അടുത്ത് പറയാണ്, അമ്മ ഇനി എന്ത് പറഞ്ഞാലും ഈ വിവാഹം നടക്കത്തില്ല, ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. അപ്പം ശാരദയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ ശാരദ പെട്ടെന്ന് വന്ന് സുജാത അടുത്ത് പറയാണ്, സുജാതയെ നീ എന്നോട് ക്ഷമിക്കുക, ഞാനാണ് തെറ്റ് ചെയ്തത്, നീ ഇത്രയും നാൾ പലതും പറഞ്ഞിട്ട് ഞാനൊന്നും കേൾക്കാൻ തയ്യാറായില്ല, അവരുടെ വിവാഹത്തിന് നീ സമ്മതിക്കണമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സുജാത പറയാണ്, ഈ വിവാഹം ഒരിക്കലും നടക്കത്തില്ല, ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. ഇനി എന്ത് സംഭവം ഉണ്ടായാലും സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. ജയപാലന് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാകുന്നുണ്ട്. ഉടനെ ശാരദയാണെങ്കിൽ സുജാതയുടെ കാലേ വീഴുകയാണ്, നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം, ഇത്രയും നാൾ ഞാൻ ചെയ്ത തെറ്റിനെല്ലാം നിന്നോട് ക്ഷമ ചോദിക്കുന്നു, എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ശാരദ സുജാതയുടെ കാലേ വീഴുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് വിനീതിന് ആകെപ്പാടെ സങ്കടമാകുന്നുണ്ട്. വിനീത് ഓടി വന്നിട്ട് ശാരദയെ പിടിച്ച് നിപ്പിക്കുന്നുണ്ട്. അപ്പം അമ്മായി എന്നും എന്തോ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് നിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കരയാണ് ശാരദ എന്ന്. ശാരദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പം വിനീത് പറയാണ്, അമ്മായി എന്തിനാ അമ്മയുടെ കാല് പിടിക്കുന്നത്, എനിക്ക് ഗംഗയെ ഇഷ്ടമാണ്, ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ ഗംഗയെ വിവാഹം ചെയ്യും, ഇനി ആരുടെ എതിർപ്പ് എനിക്കൊരു പ്രശ്നമല്ലെന്നും പറഞ്ഞ് വിനീതാണെങ്കിൽ ഉറക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുജാതയ്ക്ക് ആകപ്പാടെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വിനീതാണെങ്കിൽ ഗംഗയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ്.